ആരാ ഇത് വരച്ചത്? ആരായാലും സത്യം പറയണം. ചന്ദ്രൻ സ്റ്റാൻഡപ്പ്. വരച്ചില്ലെങ്കിൽ ഇടിക്കൂന്ന് പറഞ്ഞു സർ. പാച്ചൻ. ഇപ്പോഴേ പ്രപ്പോർഷനേറ്റ് ആയുള്ളൂ. ചന്ദ്രൻ ധാരാളം വരയ്ക്കണം. ഒരു പെട്ടി ചായവും ഞാൻ വാങ്ങിത്തരാം. വലിയ ഡ്രോയിങ് ഷീറ്റിൽ വേണം വരയ്ക്കാൻ. നല്ല ചിത്രങ്ങൾ നമുക്ക് ക്ലാസ് മുറിയിൽ തൂക്കാം. പക്ഷേ ബോർഡിൽ വരയ്ക്കരുത്. പാച്ചനല്ല പരമശിവൻ പറഞ്ഞാലും. Stand up. Stand up. ആരാണ് ഇതിന്റെ കർത്താവ്? കൃഷ്ണൻ സാറേ, ഞാൻ കണ്ടു. വരൂ. കുട്ടിക്കുരങ്ങനെ കൊണ്ട് ചൂടുള്ള ചോറ് മാന്തിക്കാൻ വീരന്മാരാണ് അല്ലേ? ആരാണ് ഉപദേഷ്ടാവ്? പറയരുത്. വർഗബോധമുള്ളവർ ഒരിക്കലും പറയില്ല. കൈതിട്ട് മറ്റേ കൈ അടിക്കാൻ പാടില്ലെന്ന റൂളുണ്ട് സാർ. എന്താ പറഞ്ഞത്? അടിക്കാൻ പാടില്ലെന്ന റൂളുണ്ട് സാർ. കഴിഞ്ഞിട്ട് എന്റെ റൂൾ ബുക്കിൽ അങ്ങനെ കണ്ടില്ല. നിങ്ങൾ വരണം. എന്നിട്ട് കേട്ടാ ഓക്കോ. ആ ശരാ സ്കൂള് പഠിപ്പിക്കാൻ താഴെ നിൽക്കൂ. ആരും തെറ്റ് ചെയ്തു പോവും, മുതിർന്നവരും കുട്ടികളും. പക്ഷേ ചെയ്യുന്ന തെറ്റ് അവനവൻ അറിയണമെന്ന് മാത്രം. നീ ബുദ്ധിയുള്ള കുട്ടിയാ. കഴിഞ്ഞ കൊല്ലത്തെ നിന്റെ മാർക്കൊക്കെ ഞാൻ നോക്കി. മറ്റുള്ളവരുടെ മുമ്പിൽ ആളാകാൻ വേണ്ടി ഒന്നും ചെയ്യരുത്. ഞാൻ പറയുന്നത് കേൾക്കൂ. എനിക്കൊന്നുമില്ല. സ്വന്തമെന്ന് പറയാൻ ഒരു കുടില് പോലും ഇല്ലാത്തവൻ അധികം മോഹിക്കരുത്. ഞാൻ എന്ത് ചെയ്യണമെന്നാ പറയണേ? ശങ്കരൻകുട്ടി ചിലപ്പോ കല്യാണം കഴിഞ്ഞാൽ നന്നായേക്കും. എന്നെക്കാളും പഠിപ്പുള്ള ആളായി പറയണേ. ഒരു പരീക്ഷണത്തിനാണോ കല്യാണം? ഞാൻ അവിടെ വന്ന് പറയണോ മാധവക്കുട്ടി എനിക്ക് കല്യാണം കഴിച്ചു തരുമെന്ന്? പറയാനുള്ള ധൈര്യം എനിക്കുണ്ട്. ഇറങ്ങണ പട്ടി എന്ന് പറഞ്ഞാൽ നാണം കെട്ട് ഇറങ്ങണം. പറയില്ലേ? സംശയം ഉണ്ടോ മാധവക്കുട്ടിക്ക്? ഇറക്കിയാൽ ഇറങ്ങണം. ഞാനും കൂടെ ഉണ്ടാവും. അരുത്. ഞാൻ ആരുമല്ല. എല്ലാം നല്ലതിനായിരിക്കും സമാധാനിച്ച് ഞാൻ പ്രാർത്ഥിക്കാം. ഒരു സാഹസവും കാട്ടരുത്.
എന്റെ പ്രേമം അഗാധവും അകളങ്കവും ആത്മാർത്ഥവും അദ്വൈതവുമാണെന്ന് വലിയ വാക്കാ തട്ടിക്കോ. അദ്വൈതവുമാണെന്ന് ഞാൻ ആണയിടുന്നു. അഖില ലോക വേണ്ട വേണ്ട നിർത്ത്. കുട്ടി ഏതാ ദാസപ്പ? അത് ഞാൻ പറയില്ല. ശരിക്കങ്ങോട്ട് ലവ് ഉണ്ടോ അതോ വൺ വേ ട്രാഫിക് ആണോ? മറുപടി കിട്ടിയാൽ ആദ്യം ഞാൻ വായിച്ച് വ്യാഖ്യാനിച്ചു തരാം. പെൺകുട്ടികളുടെ കത്തിൽ ദ്വയാർത്ഥം കാണും. കൊമ്പിനും കുളമ്പിനും കൊള്ളുന്ന കാര്യത്തിൽ. എന്താ ലക്ക്? പട്ടാളക്കാരനെ കൊണ്ട് ഹലാക്കായെന്ന്. ആഹാ ഇതേ നോക്ക്. ക്യാപ്റ്റനോടെ ഞാൻ ഡ്രിൽ മാസ്റ്ററോട് ചോദിച്ചു. റൂളുണ്ട്, അടിക്കാൻ പാടില്ല, റൂൾ ബുക്കിലുണ്ട്. എന്നാലാ ബുക്ക് ആ പകയെന്ന് കാണിച്ചു കൊടുക്കാൻ പറ ക്യാപ്റ്റൻ ഡ്രിൽ മാസ്റ്ററോട്. എന്നാ പുതിയ മുദ്രാവാക്യം തട്ടിക്കോ. പട്ടാളക്കാര മുട്ടാള നിന്നെ ഞങ്ങൾ കണ്ടോളാം. പകയനെ ഇവിടെ നിന്ന് മാറ്റി നിങ്ങളുടെ നേതാവിനോട് പറയും ക്യാപ്റ്റ. ഹെഡ് മാഷൊക്കെ അധികാരത്തിലാണ് ചങ്ങായിന്റെ നടപ്പ്. വല്ല കുണ്ടൻ ഇടവഴിയിൽ കൂടെ പോകുമ്പോൾ ഇരുട്ടത്തിട്ട് ചാമ്പണം പഹയനെ. മാറടോ നോക്കടോ. ടീച്ചർ നേരത്തെ വീട്ടിൽ അച്ഛനോ അനിയത്തിയൊക്കെ സുഖം തന്നെയല്ലേ? ഡ്രിൽ മാസ്റ്റർ പഞ്ചരടിക്കാൻ നോക്കണല്ലോടോ ഗോപിയെ. അയാൾക്ക് രക്ഷയില്ല. ശേഖരൻ മാഷോടാ ഇത്തിരി കൂടുതൽ ആക്കം. ഞമ്മക്കൊരു പരിഹാരം കാണുന്ന പ്രശ്നത്തിന് എന്റെ വീട്ടിൽ തൊട്ടാലുണ്ടല്ലോ, എനിക്കറിയാം. പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന്. അടികൊണ്ട് ഇപ്പൊ നമുക്കാണല്ലോ. അപ്പൊ പ്രശ്നത്തിന്റെ ഗൗരവം പോയി വാടോ നീ. എന്താ? 5 റുപ്യാണ് മുത്തച്ഛ. എന്തിനാ? ഇൻസ്ട്രുമെന്റ് ബോക്സ് ഇല്ല, അതില്ലാണ്ട് ക്ലാസ്സിൽ കയറണ്ടെന്ന് പറഞ്ഞു മാഷ്. സ്കൂൾ തുറന്നപ്പോൾ വാങ്ങിയതൊക്കെ എവിടെ? വാങ്ങിയില്ല, വാങ്ങാൻ തികഞ്ഞില്ലെന്ന് പറഞ്ഞല്ലോ മുത്തച്ഛനോട്. വേറെ വല്ല കുട്ടികളുടെ നോക്കി എഴുതിക്കോ. 5 ഉറുപ്പിക. പുസ്തകമല്ല മുത്തച്ഛ, ഇൻസ്ട്രുമെന്റ് ബോക്സ്. എന്റെ കൈ കാശില്ല. ചോദിക്കുമ്പോ എടുത്തു തരാൻ. എന്റെ കയ്യിലേ നിന്റെ തന്ത വേണ്ട, ഓരോ എന്നെ കൊണ്ട് പറയിക്കണ്ട. തന്ത ജീവിച്ചിരിപ്പുണ്ടല്ലോ, ചെന്ന് ചോദിച്ചു വാങ്ങിക്കേ. അതിങ്ങനെ എടുത്തോളൂട്ടോ. ഓ ശരി. ഗുഡ് മോർണിംഗ് സാർ. എന്താ പഠിക്കൽ നിക്കണേ? വെറുതെ. ഉണ്ണി വന്നില്ലേ? വരും. കുന്നുമ്പുറത്ത് കൂടിയുള്ള ഒരു കുറുക്ക് വഴിക്ക് വന്ന 1 മണിക്കൂർ നടത്തിയേ ഉള്ളൂ. ഇതോ വരുന്നു. ഗുഡ് മോർണിംഗ്. എന്താ പക്ഷെ പഠിക്കലാണ്? ഓ വെറുതെ. ഇവിടെ ഇങ്ങനെ കാത്തു നിൽക്കണോ മാഷെ? ഒരു കാത്തുനിൽപ്പല്ലേ ജീവിതം തന്നെ. ഗുഡ് മോർണിംഗ്. കാണാം മാഷെ. നിൽക്ക്. ഉണ്ണികൃഷ്ണൻ, സ്റ്റോറിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിനക്ക് വേണ്ട എന്തൊക്കെയാ വെച്ചാൽ വാങ്ങിക്കോളൂ. ഞാൻ ഇൻസ്ട്രുമെന്റ് ബോക്സും പുസ്തകമൊന്നും ഇല്ലാത്ത കാരണം പറഞ്ഞ് ക്ലാസ്സിൽ കയറാതെ അലഞ്ഞിറക്കരുത്. എന്താണ്ടാ പിന്നെ ആളുടെ ഒരു ഉപദേശം? മാഷേ. നമസ്കാരം ടീച്ചർ. നമസ്കാരം. അച്ഛയമ്മ ദണ്ണായിട്ട് കിടക്കാണ്. കുറെ ദിവസമായി കാണണമെന്ന് വിചാരിക്കണു. അമ്പലത്തിനടുത്താണ് അച്ഛന്റെ വീട്. ഇവിടാണ് എന്റെ താവളത്ത്. എങ്ങനെ അറിഞ്ഞു? അമ്പലവട്ടത്ത് എല്ലാവർക്കും അറിയാം. മാഷ് ഇവിടെ വളരെ പ്രസിദ്ധനാണെന്ന് തോന്നുന്നു. വരൂ. ഇല്ല, നടക്കട്ടെ. വരൂ. നാടൻ രീതിയിൽ വഴിയാത്രക്കാർ കയറി ഒരു സംഭാരമെങ്കിലും കുടിച്ചിട്ട് പോകണമെന്നാ മര്യാദ. സംഭാരമില്ല, ചായ തരാം. അനിയത്തി, നമ്മുടെ സ്കൂളിലാണോ? അല്ല, വീട്ടിനടുത്തുള്ള സ്കൂളിലാ. ജോലിക്കാരാരുമില്ലേ? ഹേയ്, ഒരാൾക്ക് ചോറും കറിയും വെച്ചു വിളമ്പാൻ ഒരു വേലക്കാരൻ വേണ്ട. അകത്ത് വരും. തനിച്ചാണോ? സ്വന്തക്കാര്? ആരുമില്ല. അമ്മയുണ്ടായിരുന്നു. ഞാൻ പട്ടാളത്തിൽ പോയവെല്ലാം മരിച്ചു. ടീച്ചറാണോ മൂത്ത മകൾ? ഇവള് മൂന്നാമത്തെയാണ്. 4 ആളും പെൺകുട്ടികളാണ്. ഇവിടെ പത്രങ്ങളും മാസികളും ഒക്കെ ഉണ്ട്.
5 മിനിറ്റ്, ഞാൻ ചായ ഉണ്ടാക്കിക്കൊണ്ടുവരാം. വേണ്ട, ഞാൻ വിരുന്നുകാരെ അടുക്കളയിൽ കയറ്റാറില്ല. ഇനി വരുമ്പോ സമ്മതിക്കാം. ചായ. പട്ടാളത്തിലായിരുന്നപ്പോ പറ്റിയ ഒരു അപകടം. ഡിസേബിൾഡ് പെൻഷനും കൊണ്ടാ പിരിഞ്ഞത്. ഞാൻ അറിഞ്ഞിരുന്നില്ല. ഏയ് പ്രശ്നമൊന്നുമില്ല. 2 കൈയുള്ളവർ ചെയ്യുന്നതൊക്കെ ഞാനും ചെയ്യും. ഒക്കെ എന്ന് വെച്ചാല് അത്യാവശ്യം വേണ്ടെന്നൊക്കെ. പിന്നെ അടപലക വെച്ച് ചോറ് വാർക്കാൻ മാത്രം കുറച്ച് പ്രയാസം. കുടുംബം വേണ്ടാന്ന് വെച്ചത് ഇതുകൊണ്ടാണോ? അല്ല, വേണമെന്ന് തോന്നിയ കാലത്ത് ഒരു പെൺകുട്ടിയെ പോറ്റാനുള്ള വകയില്ല, വരുമാനമില്ല. ദിവ്യപ്രേമം കൊണ്ട് വയറു നിറയില്ലല്ലോ ടീച്ചർ. പട്ടാളത്തിൽ നിന്ന് മടങ്ങി വന്നപ്പോ എല്ലാം വൈകിപ്പോയിരുന്നു. മുമ്പ് പറഞ്ഞ പുസ്തകം തന്നിരുന്ന ആ കുട്ടി അവളെ അറിയിക്കാത്ത ഒരുത്തിന്റെ ഭാര്യയായി, അമ്മയായി, 22-ാം വയസ്സിൽ വൃദ്ധയായി മരിച്ചു. ശരാശരി ഇന്ത്യൻ സ്ത്രീയുടെ ആവർത്തിക്കപ്പെടുന്ന ജീവിതകഥ.